Good morning, students. Welcome back to our IT class. So, in the previous class, we were brushing up with the basics of HTML. So, I hope you have got what we have discussed in our previous class. So, we're moving further with some more bit complex things which we have to keep in mind while coding in HTML. So, I wanted you to be concentrated while this session is going on. So, HTML coding, we can write HTML codes on Notepad, and all those basic things we were discussed in our previous class. And there you can see activity in the lab in page number 15, where we've got a simple sample HTML code program. So what it actually does, you can see the output and just beneath that program. So HTML coding always starts with HTML inside angle brackets. ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് HTML കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. HTML ആംഗിൾ ബ്രാക്കറ്റ്സിൽ HTML എന്ന് കൊടുത്തിട്ടായിരിക്കും നമ്മളെപ്പോഴും HTML കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കത് നോക്കാം എന്താണ്. So apart from the basic tags discussed, other tags and attributes used in this activity are. അപ്പോൾ നമ്മുടെ ബേസിക് ടാഗ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസിക് ടാഗ്സിനെ മാറ്റിയിട്ട് അവരെ അതിൽ നിന്നും മാറി വേറെ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാഗുകൾ എന്ന് നമുക്ക് നോക്കാം. ബോഡി BG കളർ ഈക്വൽ ടു ബ്ലൂ, ടെക്സ്റ്റ് ഈക്വൽ ടു ഗ്രീൻ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. ബോഡി BG കളർ, BG എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട്, ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഇസ് ബോഡി. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ് പേജിലെ ഒരു ഹെഡിങ്ങിന് താഴെ ഉള്ള കണ്ടൻറ്റ്, മെയിൻ കണ്ടൻറ്റ്, അതിനെയാണ് ബോഡി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ എന്ന് പറഞ്ഞാൽ ബോഡി ഉള്ള ഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം? ബ്ലൂ ആയിരിക്കണം എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പുറത്തെ പേജിൽ നോക്കിയാൽ അറിയാം, ഈ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എപ്പോഴും എന്തായിരിക്കും? ബ്ലൂ ആണ്. അതെന്താ? ഈ വെബ് പേജിൻ്റെ കണ്ടൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിരിക്കണമെന്ന് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് സീംഡ് ആസ് ബ്ലൂ. ആൻഡ് വാട്ട് അബൌട്ട് ദി അതർ വൺ? ടെക്സ്റ്റ് ഈക്വൽ ടു ഗ്രീൻ. അതിനുള്ളിലെ ബോഡിയിലെ ടെക്സ്റ്റ് ഗ്രീനും ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം? ബ്ലൂ ആയിരിക്കണം എന്നാണ് ഈ ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോഡിൻ്റെ അർത്ഥം. അതെപ്പോഴും എങ്ങനെ എഴുതണം? ആംഗിൾ ബ്രാക്കറ്റ്സിൽ ബോഡി BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ ആൻഡ് ടെക്സ്റ്റ് ഈക്വൽ ടു ഗ്രീൻ. അപ്പോൾ ഏതായിരിക്കണം എന്നുള്ളത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിരിക്കണം. കാരണം എത്ര സിമ്പിളായിട്ടാണ്, ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കോഡിങ് ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താവും? ബ്ലൂ ആവും. അപ്പോൾ റെഡ് എന്ന് കൊടുത്താലോ റെഡ് ആവും. ഗ്രീൻ എന്ന് കൊടുക്കുന്നെങ്കിലോ ഗ്രീൻ ആവും. ആൻഡ് ടെക്സ്റ്റ് ഈക്വൽ ടു ഗ്രീൻ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂവും അതിലുള്ള ടെക്സ്റ്റിൻ്റെ കളർ ഗ്രീനും ആയിരിക്കണം. അതുപോലെ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിയേ, വേൾഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ദാറ്റ് ഈസ് ഇൻ ഗ്രീൻ കളർ ആൻഡ് ഓൾ ദ content inside this web page is in green color and the background is blue. So അപ്പോൾ അതെന്താണ്? ബോഡി ഈസ് എ കണ്ടെയ്നർ ടാഗ്. ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ BG കളർ ഈസ് ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഗീവ്സ് എ ബാക്ക്ഗ്രൗണ്ട് കളർ ടു എ വെബ് പേജ്. ബോഡി എന്ന് പറയുന്നത് എന്താ? ഒരു കണ്ടെയ്നർ ടാഗാണ്. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെയ്നർ ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. Container tag, all the basic tags of an HTML documents that have separate start and end tags are called container tag. Separate basic tags which got separate start and end tags are known as container tag. Container tag എന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറേറ്റ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉള്ള ടാഗ്സ് ആണ് എന്ത് പറയുന്നത്? കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ടാഗാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? നമ്മൾ ബോഡി
ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബോഡിയിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ എഴുതിയതിന് ശേഷം ബോഡി നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. Otherwise, you wouldn't get anything from your recollection if you haven't noted it down on your notebook. നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഓർമ്മ വേണം. അത്ര ഓർമ്മ ഇരുന്നാൽ പോലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീകളക്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, അതായത് പ്രീവിയസ് പേജിൽ നോക്കുക, 15th പേജ് ആക്ടിവിറ്റി ഇൻ ദ ലാബിൽ കൊടുത്തിട്ടുണ്ട്. ബോഡി നമ്മളിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന്. നമ്മൾ ഈ ബോഡി എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? കണ്ടോ? ബോഡി BG കളർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതുണ്ടോ? ഏറ്റവും അടിയിൽ HTML തൊട്ട് മേളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, / ബോഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ എന്താണ്? ബോഡിക്കുള്ളിൽ വരും, അതായത് കണ്ടൻറ്റ്. വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഹെഡിങ്, വേരിയസ് സോഫ്റ്റ്വെയർ, പിന്നെ ലേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ഈസ് ഫൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന മറ്റൊരു ഹെഡിങ്, അതിൻ്റെ ഉള്ളിൽ വരുന്നു ബോഡി. അപ്പോൾ ഇതിനൊരു ഓപ്പണിങ്ങും ഉണ്ടാവും, ക്ലോസിങ്ങും ഉണ്ടാവും. അപ്പോൾ ബോഡി ഇങ്ങനെ അതിനെയും പിന്നത്തെ 14th പേജിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു യെല്ലോ ബോക്സിൽ എങ്ങനെയാണ് HTML ഹെഡൊക്കെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. ഇത് കണ്ടെയ്നർ ടാഗാണെന്ന് പറയാൻ കാരണം എന്താ? ബോഡി എന്ന് നിങ്ങൾ കണ്ടോ? ബോഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആംഗിൾ ബ്രാക്കറ്റ്സിൽ ബോഡി എന്ന് എഴുതും. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണോ വേണ്ടത് അത് മുഴുവൻ ടൈപ്പ് ചെയ്തതിന് ശേഷം ആംഗിൾ ബ്രാക്കറ്റ്സ് / ബോഡി അവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെന്ത് വേണം? ഒരു സെപ്പറേറ്റ് സ്റ്റാർട്ടിങ്ങും വേണം, സെപ്പറേറ്റ് എൻഡിങ്ങും വേണം, എൻഡിങ് ടാഗ്. സോ അതിനെയാണ് എന്ത് പറയുന്നത്? കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. ആൻഡ് BG കളർ ഈസ് ആൻ ആട്രിബ്യൂട്ട്. BG കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. ദാറ്റ് ഗീവ്സ് എ ബാക്ക്ഗ്രൗണ്ട് കളർ ടു എ വെബ് പേജ്. വെബ് പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനുള്ള ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ എന്ന് പറയുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് ഗീവൺ ആസ് ബ്ലൂ. അതിൻ്റെ വാല്യൂ എന്താ കൊടുത്തിരിക്കുന്നത്? ബ്ലൂ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, ഏത് കളർ വേണോ അത് കൊടുക്കാം. അത് ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഹൗ വി ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് എ വെബ് പേജ് ഓർ ദ ബോഡി. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും ആട്രിബ്യൂട്ടാണ്. BG കളർ എന്ന് പറയുന്നതും ടെക്സ്റ്റ് എന്ന് പറയുന്നതും ആട്രിബ്യൂട്ട്സ് ആണ്. whereas in the case of body is a container tag which needs separate start and end tags. അപ്പോൾ ടെക്സ്റ്റ് ഈസ് എൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഗീവ്സ് കളർ ടു ദ ടെക്സ്റ്റ് റിട്ടൺ ഓൺ ദ വെബ് പേജ്. വെബ് പേജിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിന് വേറൊരു കളർ അല്ലെങ്കിൽ ഒരു കളർ കൊടുക്കുന്ന ആട്രിബ്യൂട്ടാണ് എന്ത് പറയുന്നത്? ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാല്യൂ ഈസ് ഗിവൺ ആസ് ഗ്രീൻ. അതിൻ്റെ വാല്യൂ എന്താ കൊടുത്തിരിക്കുന്നത്? ഗ്രീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതും ഡബിൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഗ്രീനിന് പകരം ഇതിപ്പോൾ നമുക്ക് സ്വാപ്പ് ചെയ്യാം. ടെക്സ്റ്റിന് ബ്ലൂവും ബാക്ക്ഗ്രൗണ്ടിന് ഗ്രീനും കൊടുക്കാം. അപ്പോൾ എന്ത് വാല്യൂ ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. സോ വി ക്യാൻ റെഫർ ദിസ് ഔട്ട്പുട്ട് ഇൻ ദിസ് ദ പ്രീവിയസ് പേജ്, 15th പേജ്, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ബിറ്റ് മോർ. പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? H1 to H6 എന്ന് പറയുന്നത് ഹെഡിങ്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു ഹെഡിങ് അല്ല, ഒരു വെബ് പേജിൽ തന്നെ പല ഹെഡിങ്ങും കാണാം അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഇതിലകത്ത് നോക്കിയാൽ വേൾഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതൊരു ഹെഡിങ് ആണ്. അതിന് താഴെ വേരിയസ് സോഫ്റ്റ്വെയർ അതൊരു സബ് ഹെഡിങ് ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം എന്ത് വരുന്നുണ്ട്? ലേണിംഗ് കമ്പ്യൂട്ടർ ഈസ് ഫൺ, അതും വേറൊരു ഹെഡിങ് ആണ്. അങ്ങനെ എത്ര വേണമെങ്കിലും ഹെഡിങ് കൊടുക്കാം. അപ്പോൾ ആ ഹെഡിങ്ങിനൊക്കെ ഓരോന്നിനും ഓരോ പേര്, H1, H2, H3, H4 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്? ഹെഡിങ് ടാഗ്സ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് H1, H2 എന്നൊക്കെ പറയുന്ന ഹെഡിങ് ടാഗ്സ് ആണ്, ഹെഡിങ്ങിൻ്റെ ടാഗ്. These are container tags where H1 gives the largest and H6 gives the smallest heading. ഇതും കണ്ടെയ്നർ ടാഗാണ്. എന്തുകൊണ്ടാണ്? H1 എന്ന് പറയുന്ന ഫസ്റ്റ് ഹെഡിങ് ഏറ്റവും വലുതായിരിക്കും അല്ലേ? അതിന് താഴെ ആയിരിക്കും സബ് ഹെഡിങ് വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഹെഡിങ് നമ്മളെപ്പോഴും ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ്? H1 നമ്മൾ ഇത് കൊടുത്തിട്ട് എന്താണോ ഹെഡിങ് കൊടുക്കുക അതിനുശേഷം ആ ഫസ്റ്റ് ഹെഡിങ് ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് container tag. It contains something.
അതിന് സ്റ്റാർട്ട് ടാഗും വേണം, എൻഡ് ടാഗും വേണം. സ്റ്റാർട്ട് ടാഗ് ആൻഡ് എൻഡ് ടാഗ് വേണം. അതുകൊണ്ടാണ് അതിനെ എന്ന് വിളിക്കുന്നത്, കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കുന്നത്. അതിൽ H1 എന്ന് പറയുന്ന എപ്പോഴും ഫസ്റ്റ് എന്തായിരിക്കും, ഹെഡിങ് ആയിരിക്കും. H6 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഹെഡിങ്. H6 വേണമെന്നില്ല, ചിലപ്പോൾ H6ന് മേളിൽ വരാം. ഇപ്പം നമുക്ക് എത്രയാണ് ഹെഡിങ് വേണ്ടത് അതിനനുസരിച്ചായിട്ടായിരിക്കും ഇത് ചെയ്യാം. ആൻഡ് അതർ വൺ യു എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. യു ഇസ് എ ടാഗ്, കണ്ടെയ്നർ ടാഗ് ഫോർ അണ്ടർലൈനിങ് ടെക്സ്റ്റ്. എന്തുകൊണ്ടാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് യു? അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങോ ഉണ്ടാകും. അപ്പോൾ ആ ഹെഡിങ് എവിടെ കൊടുക്കുക, യു എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഹെഡിങ് കൊടുക്കുന്നു. അതിനുശേഷം യു ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങും ക്ലോസിങ്ങിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് സംതിങ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് കണ്ടെയ്നർ ടാഗ്. കണ്ടെയ്നർ ടാഗ് എന്താണെന്നൊന്ന് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ടാഗ്സ് ഉള്ള വിച്ച് കണ്ടെയ്ൻസ് സംതിങ് ഈസ് നോൺ ആസ് കണ്ടെയ്നർ ടാഗ്. യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, അണ്ടർലൈൻ ടാഗ്, അണ്ടർലൈൻ ടെക്സ്റ്റ്. അതായത് ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ടാഗാണ് യു എന്ന് പറയുന്നത്. ആൻഡ് വേറാസ് ഇൻ ദ കേസ് ഓഫ് ബി ഇറ്റ് ഈസ് ബോൾഡ്. ആൻഡ് ഐ ഇറ്റാലിക്സിൽ എഴുതാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റിനെ ഇറ്റാലിക്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, ചെരിച്ചെഴുതൂലേ, അതിന് വേണ്ടിയിട്ടാണ് ഐ ഉപയോഗിക്കുന്നത്. ആൻഡ് എച്ച് ആർ is an empty tag for drawing a horizontal ruler or a line horizontally. അപ്പോൾ empty tag, കണ്ടെയ്നർ ടാഗും empty ടാഗും. അപ്പോൾ empty tag എന്ന് പറഞ്ഞാൽ എന്താ, tags which just have a start tag and no end tag are called empty tag. ജസ്റ്റ് ഒരു സ്റ്റാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, എൻഡ് ടാഗ് ഉണ്ടാവില്ല. അതിനെയാണ് എന്ത് പറയുന്നത്, empty tag എന്ന് പറയുന്നത്. അപ്പോൾ we don't have to define anything. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, എൻഡ് ടാഗ്. whereas in the case of container tag it got start tag and end tag. HR is an empty tag for drawing horizontal ruler or a line horizontally. horizontal ആയിട്ടൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു empty tag ആണെന്ത്, HR എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റൂളർ. BR എന്ന് പറയുന്നതോ, ഇറ്റ്സ് ആൻ empty tag for insertion of blank line, just like enter key. blank line എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു സെൻറ്റൻസ് എഴുതി അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് വരണം. നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നതിനാണല്ലോ, നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യു വാണ്ടഡ് ടു സ്കിപ്പ് ഇൻ ടു ദ നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് ലൈൻ, ഓൾ യു ഹാവ് ടു ഡു ഇസ് ക്ലിക്കിംഗ് ഓൺ എൻ്റർ. എൻ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് വരില്ലേ, അതുപോലെ തന്നെ HTML ചുമ്മാ എൻ്ററിൽ ക്ലിക്ക് ചെയ്താൽ പോരാ, അതിന് നമ്മൾ ഒരു empty ടാഗ് കൊടുക്കണം. ആ ടാഗിൻ്റെ പറയുന്ന പേരാണ് എന്ത്, BR എന്ന് പറയുന്നത്. എന്താ അതിന് പറയാൻ, സ്റ്റാൻഡ്സ് ഫോർ ബ്രേക്ക്. It stands for break. And P align equal to center, where P is paragraph. P എന്ന് പറയുന്നത് പാരഗ്രാഫാണ്. പാരഗ്രാഫ് അലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പാരഗ്രാഫിനെ സെൻറ്ററിലേക്ക് അലൈൻമെൻറ്റ് കണ്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ കുറേ ടെക്സ്റ്റ് കുറേ എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ നമുക്ക് പല രീതിയിൽ അലൈൻ ചെയ്യാം. ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യാം, റൈറ്റിലേക്ക് അലൈൻ ചെയ്യാം, സെൻറ്ററിൽ അലൈൻ ചെയ്യാം. ഇത് കറക്റ്റായിട്ടൊരു സെൻറ്റർ, ഒരു ബോക്സ് പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, P അലൈൻ ഈക്വൽ ടു സെൻറ്റർ. പാരഗ്രാഫിനെ അലൈൻ ചെയ്യുക എങ്ങോട്ട്, സെൻറ്ററിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് എ കണ്ടെയ്നർ ടാഗ്. അത് എന്താണ്, കണ്ടെയ്നർ ടാഗാണ്. ഈ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് വരും, ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന സംഭവം വരണം. ഇറ്റ് കണ്ടെയ്ൻസ് സംതിങ്, ഇറ്റ് കണ്ടെയ്ൻസ് ദ പാരഗ്രാഫ്. Is a container tag for starting a new paragraph by inserting a new blank line after the last line written and before starting a new line for the web page. Align is the attribute that positions the paragraph text in the center of the page. Align എന്ന് പറയുന്നത് എന്താണ്, പൊസിഷൻസ് ദ പാരഗ്രാഫ്. എങ്ങോട്ടേക്കാണോ മാറ്റേണ്ടത് അതുപോലെ, സെൻറ്ററിലേക്ക് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എന്താണ്, അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും, സെൻറ്ററിലേക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ സെൻറ്ററിൽ വരും. അതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണോ, വാല്യൂവിനനുസരിച്ച് ഇത് ചേഞ്ച് ആകും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് അതർ ദാൻ ദ ബേസിക് ടാഗ്സ്. പിന്നെന്താണ്, ടാഗ്സ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, ദ ബോഡി ടാഗ് ഡിഫൈൻസ് ഹൗ ദ ടെക്സ്റ്റ് ലുക്സ് വെൻ എ വെബ് പേജ് ഈസ് ലോഡഡ് ഇൻ ദ ബ്രൗസർ വിൻഡോ. സം ഓഫ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബോഡി ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ,
ഈ ടെക്സ്റ്റ് എങ്ങനെ വരണം, ഈ വെബ് പേജാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. HTML കോഡിംഗ് വഴി നമ്മൾ ഉണ്ടാക്കുന്നത് വെബ് പേജാണ്. ഈ വെബ് പേജ് ലോഡായി കഴിയുമ്പോൾ ബ്രൗസറിൽ എങ്ങനെയായിരിക്കും വരുന്നത്, അതാണ് എന്ത് പറയുന്നത്, ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ സം ആട്രിബ്യൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. BG കളർ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്ക്ഗ്രൗണ്ട് കളർ. ആസ് ഡിസ്കസ്ഡ് earlier, this attribute is used to change the background color of the website or web page. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് എന്ത്, BG കളർ. When it expands, it becomes background color. So you can keep it in mind, background color, and while you're writing it on the paper or while you're coding it, you can shorten it as BG color. And text. This attribute gives color to the text written on the web page. You can change the text written in a web page to any color you wanted by using the text attribute background. This attribute of body tag is used when an image is given as the background on the web page. BG color means background color. If you wanted to change the background color of the web page, you can use this BG color attribute. But when we use background instead of BG color, it means we are using some image file in the background of that web page. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, വെൻ വി യൂസ് BG കളർ ആട്രിബ്യൂട്ട് ഇൻ എ വെബ് പേജ്, ഇറ്റ് മീൻസ് വി ക്യാൻ ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട് കളർ of that web page. When we use background attribute in while we code, it means we are using some image in the background instead of color. കളറിന് പകരം നമ്മൾ എന്തോ ഇമേജാണ് യൂസ് ചെയ്യുന്നത് എന്ത്, ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. ദിസ് ആട്രിബ്യൂട്ട് ഓഫ് ബോഡി ടാഗ് ഈസ് യൂസ്ഡ് when an image is given as the background of the web page. For example, body background equal to name and path of the image file ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബോഡിയിലാണ് നമ്മൾ കൊടുക്കുക. ബോഡി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ബാക്കിലാണല്ലോ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, BG കളർ ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമയിൽ ഏത് കളർ, വിച്ച് കളർ യു പ്രിഫർ. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഗിവ് if you wanted to change the background color of the web page. But instead of that, we need to specify the path of the file which you are going to put on the background. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ കളറിന് പകരം നമ്മൾ ഒരു ഇമേജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇമേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ പാത്ത്, അപ്പോൾ നമ്മളിപ്പോൾ ഏതാ പറയുന്നത്, ഏതെങ്കിലും ഒരു ഡ്രൈവിലാണ് കിടക്കുന്നതെങ്കിൽ C:// ആൻഡ് ഫോൾഡർ, ന്യൂ ഫോൾഡർ / ഇന്ന ഫോൾഡർ / ഫയൽ നെയിം എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു പാത്ത് കൊടുക്കണം. ആ പാത്ത് കൊടുത്താലാണ് കോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫയൽ, ഈ സ്പെസിഫിക് ഇമേജ് ഫയൽ വിൽ ബി ലോഡഡ് ആസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് വെബ് പേജ്. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ സ്പെസിഫിക് ഇമേജ് ലോഡ് ആവണമെങ്കിൽ വി നീഡ് ടു പ്രൊവൈഡ് ദ പാത്ത് നെയിം അലോങ് വിത്ത് ദ ഫയൽ നെയിം വിത്ത് എക്സ്റ്റൻഷൻ വെച്ചിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ ടൈം ഓഫ് റണ്ണിങ് യു ക്യാൻ സീ ദാറ്റ്. ലിങ്ക് ആൻഡ് വി-ലിങ്ക്. When some more web pages are linked with the text written inside the body section of the web page, the link attribute is used to define the color of the text which is linked to the other page. അപ്പോൾ നമ്മൾ ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇപ്പോൾ പല വെബ്സൈറ്റിലും കയറി കഴിയുമ്പോൾ ലിങ്ക് കാണും. അപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിങ്ക് കാണും അതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് കൊടുത്തിരിക്കുമ്പോൾ ഫേസ്ബുക്ക് ഒരു നീല കളറിൽ അണ്ടർലൈൻഡൊക്കെ ആയിട്ട് കാണാം. വെൻ യു ക്ലിക്ക് ഓൺ ദാറ്റ് ഇറ്റ് വിൽ റീഡയറക്ട് ടു അനദർ പേജ് which will most probably go to the Facebook page. അപ്പോൾ അങ്ങനെ ലിങ്ക് കൊടുക്കുമ്പോൾ അതിന് വേറൊരു കളർ കൊടുക്കും. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ലിങ്ക് എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. വേറൊരു കളർ കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The link attribute is used to define the color of the text which is linked to the other page. ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് വായിക്കണം, വേറൊരു വെബ്സൈറ്റിൽ ഒരു ന്യൂസ് വെബ്സൈറ്റിൽ നമ്മളൊരു ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസിൻ്റെ ഇടയ്ക്ക് ഫേസ്ബുക്കിനെ പറ്റി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെ കളറ്, ഫേസ്ബുക്ക് എന്നെഴുതിയിരിക്കുന്ന ആ വേർഡിൻ്റെ കളറ് ബ്ലൂ ആണ്.
ബാക്കിയെല്ലാം the rest of the words are in black color. അപ്പോൾ when you click on that ബ്ലൂ കളറിലുള്ള ആ ഫേസ്ബുക്ക് എന്ന് പറയുന്ന വേർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി റീഡയറക്റ്റഡ് ടു ദാറ്റ് ഫേസ്ബുക്ക് പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ അതൊരു ലിങ്കാണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പേജിലേക്ക് നമ്മൾ പോകണം. അതാണ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലിങ്കിന് കളർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് എന്ത്, ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. The difference between the link and VIII attribute is that link shows the color of the text when the text has not been clicked yet. That is, the linked page has not been visited recently. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ അതും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവം നീല കളറിലാണ് എടുക്കുന്നത്. അപ്പോൾ വൺസ് യു ക്ലിക്ക്ഡ് ഓൺ ദാറ്റ് യു വിൽ ബി റീഡയറക്റ്റഡ് ടു ദാറ്റ് ഫേസ്ബുക്ക് പേജ് ആൻഡ് ആഫ്റ്റർ getting all the information you needed after redirected to that Facebook page, you will be back to that same page where you were searching for something. അപ്പോൾ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താണെങ്കിൽ അതിൻ്റെ കളർ മാറും. അപ്പോൾ നീല കളർ ചിലപ്പോൾ എന്താ പറയുക, ഒരു യെല്ലോ കളറോ അല്ലെങ്കിൽ ഇച്ചിരൂടെ ഫെയ്ഡായ കളറോ ഒക്കെ ആയിട്ട് മാറുന്നത് കാണും. അതായത് വൺസ് യു ക്ലിക്ക്ഡ് ഓൺ ഇറ്റ് വിൽ ചേഞ്ച് ദ ലിങ്ക്സ് കളർ ടു സംതിങ് എൽസ്. അപ്പോൾ അങ്ങനെ ഏത് കളറിലേക്ക് വരണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത്, ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് എന്തിനാണ്, ഒരു ലിങ്കിൻ്റെ കളറ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ വൺസ് യു ക്ലിക്ക്ഡ് ഓൺ ദാറ്റ് ലിങ്ക്, അപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ ആ ക്ലിക്ക് ചെയ്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കളറൊന്ന് മാറും. ആ മാറുന്ന കളറിനെയാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബോഡി ടെക്സ്റ്റ് ഈക്വൽ ടു റെഡ്, ലിങ്ക് ഈക്വൽ ടു യെല്ലോ ആൻഡ് ലിങ്ക് ഈക്വൽ ടു പിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ബോഡി ടെക്സ്റ്റ് ഈക്വൽ ടു റെഡ്, ബോഡിയിലുള്ള ടെക്സ്റ്റിൻ്റെ കളർ എന്തായിരിക്കണം, റെഡ് ആയിരിക്കണം. അതിലുള്ള ലിങ്കിൻ്റെ കളർ എന്തായിരിക്കണം, ലിങ്ക് ഈക്വൽ ടു യെല്ലോ. അപ്പോൾ യെല്ലോ കളറിലുള്ളത്, അപ്പോൾ ഫസ്റ്റ് വെൻ യു വിസിറ്റ് ദാറ്റ് വെബ് പേജ് യു ക്യാൻ സീ ദ ടെക്സ്റ്റ് in the web page in red color and the link in the web page in yellow color. Red കളറിലുള്ള ടെക്സ്റ്റിൻ്റെ ഇടയ്ക്ക് യെല്ലോ കളറിലുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. when you click on that and when you click on the link you will be redirected to the other page, and when you get back to the first page you can see the link in pink color because you clicked on it. നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് കളറിലാവും. അപ്പോൾ മനസ്സിലായില്ലേ, ലിങ്കിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടി ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്കിൻ്റെ കളർ മാറി വേറെ ഏത് കളറിലേക്ക് മാറണമോ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. ദി ആക്ച്വൽ യൂസ് ഓഫ് ദീസ് ആട്രിബ്യൂട്ട്സ് വിൽ ബി സീൻ ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ വെൻ href tag is introduced for explaining the linking of web pages. നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. So that's all about today. That's all you have to learn. So it's a little bit confusing but it's actually simple. You need to understand what it really mean. അങ്ങനെ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വെബ് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 2 തവണ വായിക്കുക. അത് വായിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവൻ നിങ്ങൾ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പിന്നീട് when you try to recollect something from the recollection you've got in your mind, what helps you to recollect, so that should be the notes. അപ്പോൾ നിങ്ങൾ റീകളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിനെപ്പറ്റി ഓർക്കണമെന്ന് തോന്നുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, while watching this video you need to you watch along with your text and make notes. എത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുക അത്രയും സിമ്പിളായിട്ട് നോട്ട് ചെയ്യുക. കാര്യം ആ ഒരു ഒറ്റ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം എന്താണത് എന്ന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിരിക്കണം ആ ഓരോ വേർഡും. എന്ന് പറഞ്ഞാൽ റിയാക്ഷന് കാരണമാകുന്ന സാധനമാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഒരു വേർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണം ആ എൻറ്റയർ തിങ്. സോ ദാറ്റ് അങ്ങനെയായിരിക്കണം നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. യു മേക്ക് ഇറ്റ് യുവർ സെൽഫ് ആൻഡ് വിൽ ബി ഡിസ്കസിങ് മോർ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.